ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മളിന്ന് ഓശാന ഞായറാഴ്ച ആഘോഷിക്കുകയാണ്. കേരളത്തിൽ നമ്മൾ കുരുത്തോല തിരുനാളെന്ന് പറയും. ആദ്യമായി തന്നെ തിരുനാളിൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. ജന്മദിനം ഓർക്കുന്നവരെ പ്രത്യേകമായി ആശംസിക്കുന്നു. ഓശാന ഞായറാഴ്ചയെക്കുറിച്ച് വിചിന്തനം ചെയ്യാൻ മനോഹരമായ ഒരു കവിതയിൽ ആരംഭിക്കാം. G.K. ചെസ്റ്റർട്ടൺ എഴുതിയിട്ടുള്ള മനോഹരമായ കവിത. ഇന്നത്തെ ആദ്യത്തെ വായനയെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ കവിത എഴുതിയത്. ഇതൊരു ഭാവനയാണ് കേട്ടോ. വിജയശ്രീ ലാളിതനായി കഴുതപ്പുറത്ത് ജെറൂസലേമിലേക്ക് പ്രവേശിച്ച കർത്താവല്ല സന്തോഷിച്ചത്, കഴുതയാണ്. കഴുത ചിന്തിക്കാൻ തുടങ്ങി, ദൈവമേ, ഇന്നെങ്കിലും എൻ്റെ ഐഡൻറ്റിറ്റി അംഗീകരിച്ചല്ലോ. ജനത്തിൻ്റെ ആവേശം കണ്ടില്ലേ? എന്നെ കണ്ടിട്ട് ജനം ഇളകി വശാകുന്നു, ഒലിവില വീശുന്നു, ഓശാന പാടുന്നു, ഉടുതുണി വിരിച്ചിടുന്നു. എന്നെ കണ്ടിട്ടാണ് ജനം ഇങ്ങനെ ആവേശം കൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ പൂർവാധികം സന്തോഷത്തോടെ തുള്ളിച്ചാടിയാണ് കഴുത മുന്നോട്ട് പോകുന്നത്. ജെറൂസലേമിലെത്തി. അതിനുശേഷം രാത്രി കിടന്നുറങ്ങിയിട്ടും ഈ ഓർമ്മകൾ ഓളം തല്ലുകയാണ്. അതിരാവിലെ എങ്ങനെയെങ്കിലും എഴുന്നേറ്റ് ഒന്നുകൂടി ഈ ഒലിവില പാടിയ ഓശാനഗീതി കേൾക്കണം. രാവിലെ എഴുന്നേറ്റു. എന്നിട്ട് തെരുവീതിയിലേക്ക് വന്നപ്പോൾ എല്ലാം മ്ലാനമാണ്, ശോകമാണ്, മൂകമാണ്. ഒലിവില വീശാൻ ആരുമില്ല, ഓശാന പാടാൻ ആരുമില്ല, ഉടുതുണി വിരിച്ചിടാൻ ആരുമില്ല. കഴുതി ചിന്തിക്കാൻ തുടങ്ങി, എന്തു പറ്റി ഈ ജനത്തിന്? എവിടെ പോയി ഒളിച്ചു ഈ ആവേശം? അങ്ങനെ ഇടത്തും വലത്തും നോക്കിയപ്പോൾ കണ്ടത് തൂവെള്ള വസ്ത്രമാണ് കണ്ടത്. വാസ്തവത്തിൽ കഴുതയുടെ യജമാനൻ അലക്കി വെളുപ്പിച്ചിട്ട തുണിയാണ്. പഴയ ഓർമ്മ വെച്ച് ചെളിപുരണ്ട കാലും ചവിട്ടി ചാടി മുന്നോട്ട് പോയി. അധികം മുന്നോട്ട് വന്നില്ല. ചാട്ടവാറടിയേറ്റ് കഴുത കുഴഞ്ഞു വീണു. അപ്പോഴാണൊരു വീണ്ടും വിചാരം ഉണ്ടായത്. ഇന്നലെ എന്നെ കണ്ടിട്ടല്ല ജനം ആവേശം കൊണ്ടത്, കാരണം എൻ്റെ മുകളിൽ കർത്താവ് ഉണ്ടായിരുന്നു. ഇന്ന് ഞാനോ കർത്താവില്ലാത്ത കഴുത. കവിത തീർന്നു, കാര്യം ബാക്കി. G.K. ചെസ്റ്റർട്ടൻ്റെ മനോഹരമായ കവിതയാണ് ഞാൻ പങ്കുവച്ചത്. ഡോങ്കി വിത്തൗട്ട് ക്രൈസ്റ്റ്. ആം ഐ എ ഡോങ്കി വിത്തൗട്ട് ക്രൈസ്റ്റ് ഓർ വിത്ത് ക്രൈസ്റ്റ്? നിരീശ്വരവാദിയായ നീഷ പറഞ്ഞു, there was only one Christian but he was crucified on the cross. ഗാന്ധി പറഞ്ഞു, I love Christ but I hate Christians because Christians are not Christophers. അപ്പം നമ്മളൊക്കെ ക്രിസ്തുവാഹകരാകണം എന്നുള്ള സന്ദേശമാണ് ആദ്യമായി ഓശാന ഞായറാഴ്ച നൽകുന്നത്. കാരണം വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവം കടന്നു വന്നത്, ദൈവപുത്രൻ കടന്നു വന്നത് ആരും കയറാത്ത ഇടങ്ങളിലേക്കാണ്. ആരും ജനിക്കാത്ത മാതാവിൻ്റെ അമലോത്ഭവമായ ഗർഭപാത്രം, പിറക്കാൻ ആരും പിറക്കാത്ത ബെത്ലഹേമിലെ പുൽക്കൂട്, പരസ്യജീവിതത്തിൽ പ്രസംഗിക്കുവാൻ ആരും കയറി പ്രസംഗിക്കാത്ത പത്രോസിൻ്റെ വഞ്ചി, അപ്പം വർദ്ധിപ്പിക്കുവാൻ ബാലൻ്റെ കൈവശമുള്ള 5 അപ്പവും 2 മത്സ്യവും, പെസഹ ആചരിക്കുവാൻ ആരും അന്നുവരെ പെസഹ ആഘോഷിക്കാത്ത വിശാലമായ മാളികമുകൾ, വിജയശ്രീ ലാളിതനായി ജെറൂസലേമിലേക്ക് പ്രവേശിക്കാൻ ആരും കയറാത്ത കഴുത, ഒടുവിൽ ഈശോയ്ക്ക് മരിക്കാനോ ആരും മരിക്കാത്ത ഒരു മരക്കുരിശ്, അടക്കം ചെയ്തതോ ആരെയും അടക്കം ചെയ്യപ്പെടാത്ത അരിമേത്തക്കാരൻ ജോസഫിൻ്റെ കല്ലറ. സന്ദേശം വ്യക്തം, അത് ഹ്രസ്വം. ഓശാന ഞായറാഴ്ച നമ്മൾ ആചരിക്കുമ്പോൾ നമ്മളും നമ്മളെ തന്നെ വിശുദ്ധീകരിച്ച് നമ്മൾ ഒരു പുറപ്പാട് അനുഭവത്തിലേക്ക് വരണം. ഈ ഓശാന ഞായറാഴ്ച വിശുദ്ധ വാരത്തിലേക്കുള്ളൊരു പുറപ്പാടാണ്. മോശയോട് പറഞ്ഞു, നിന്റെ ചെരുപ്പഴിച്ചു മാറ്റുക, ഇത് വിശുദ്ധമായ സ്ഥലമാണ്. തിരുസഭ പറയും, നിന്റെ ചെരുപ്പ്, അശുദ്ധിയുടെ ചെരുപ്പഴിച്ചു മാറ്റുക, നീ വിശുദ്ധ വാരത്തിലേക്ക് പ്രവേശിക്കുകയാണ്. എന്താണ് ഈ അശുദ്ധിയുടെ ചെരുപ്പ്? നമ്മൾ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 19-ാം വാക്യം സൗകര്യം പോലെ വായിച്ചാൽ 15 അശുദ്ധിയുടെ ചെരുപ്പ് അക്കമിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ഉപേക്ഷിക്കണം, കുമ്പസാരക്കൂട്ടിൽ ഉപേക്ഷിക്കണം, നല്ല കുമ്പസാരം നടത്തണം. ജോഷുവ 3:5. ജോഷു ജനത്തോട് പറഞ്ഞു, നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുവിൻ, നാളെ കർത്താവ് നിങ്ങളുടെ ഇടയിൽ അത്ഭുതം പ്രവർത്തിക്കും. ബാറൂക്ക് 4:28 പറഞ്ഞു, എന്നിൽ നിന്നും അകലാൻ കാണിച്ച 10 ഇരട്ടി ചൈതന്യത്തോടെ എന്നെ തേടുവിൻ. എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരെ, അതിനാൽ നല്ല കുമ്പസാരം നടത്തി നമുക്ക് വിശുദ്ധിയുടെ അങ്കി അണിയണം. ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 5:22
ആത്മാവിൻ്റെ ഫലങ്ങൾ 9 കാര്യങ്ങളുണ്ട്. നമ്മുടെ ഈ വിശുദ്ധ വാരം സ്നേഹം കൊണ്ട്, സമാധാനം കൊണ്ട്, ദയ കൊണ്ട്, ക്ഷമ കൊണ്ട്, സൗമ്യത കൊണ്ട്, ആത്മസംയമനം കൊണ്ട് നിറച്ച് വിശുദ്ധിയോടെ മുന്നേറാനായിട്ട് സാധിക്കണം. പ്രത്യേകിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ പശ്ചാത്തലത്തിൽ എന്താണ് ഓശാന? ഓശാന എന്ന വാക്ക് ഹെബ്രായ പദം ഘോഷിയാന എന്ന വാക്കിൽ നിന്നാണ് ഉണ്ടായത്. ഞങ്ങളെ രക്ഷിക്കണമേ. അത് ഹെബ്രായ ബൈബിളിൽ സങ്കീർത്തനം 118:25 POC ബൈബിളിലും കാണാം, കർത്താവെ ഞങ്ങളെ രക്ഷിക്കണമേ. അതെ, ആ രക്ഷയുടെ ആഗ്രഹമായിരിക്കണം നമ്മുടെ മനസ്സിൽ അങ്കുരിക്കേണ്ടത്. ഞാൻ ഈ വചനഭാഗം ധ്യാനിച്ചപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്ന ഒരു ഇൻസിഡൻറ്റ് ഞാൻ പങ്കുവെച്ചോട്ടെ. യേശു പറഞ്ഞതനുസരിച്ചാണല്ലോ കഴുതയെ അഴിക്കാൻ വേണ്ടി പോകുന്നത്. ഈശോ പറഞ്ഞിരുന്നു, കഴുതയെ അഴിക്കാൻ വേണ്ടി ചോദിക്കുമ്പോൾ നിങ്ങൾ മറുപടി പറയണം. അത് ബൈബിളിൽ കൃത്യമായിട്ട് എഴുതി വച്ചിട്ടുണ്ട്. വാസ്തവത്തിൽ അത് വളരെ ക്ലിയറാണ്. കഴുതയെ കൊണ്ട് ആവശ്യമുണ്ട്. അത് നമ്മൾ ലൂക്കായുടെ സുവിശേഷത്തിൽ ഇന്നത്തെ വചനത്തിൽ കാണാം. ഗുരുവിന് ഈ കഴുതയെ കൊണ്ട് ആവശ്യമുണ്ട്. ഞാൻ പറയുന്ന ഈ സംഭവം ഒരു മിഷണറി വൈദികൻ്റെ സംഭവമാണ്. അദ്ദേഹം പ്രീസ്റ്റ്ഹുഡിന് ശേഷം മിഷനിലേക്ക് പോയി. അങ്ങനെ കുറേ വയസ്സ് പിന്നിട്ടു. 10-15 വയസ്സായപ്പോൾ അറ്റാക്ക് വന്നു. ആന്ധ്രയിലാണ്. അവിടെ സൗകര്യമില്ല. പ്രൊവിൻഷ്യാളച്ചൻ പറഞ്ഞു നാട്ടിലേക്ക് വരാം, ലൂർദിലാവാം. പക്ഷെ അദ്ദേഹത്തിന് സമ്മതമല്ല. അദ്ദേഹം പിടിവാശിയോടെ അവിടെ നിന്നു. ഒടുവിൽ നിർബന്ധപൂർവ്വം 2 അച്ഛന്മാരെ വിട്ട് ആംബുലൻസിന് ലൂർദ് ആസ്പത്രി കൊണ്ടുവന്ന് അഡ്മിറ്റ് ചെയ്തു. അത് അദ്ദേഹത്തിന് ഇഷ്ടമായില്ല. മേലധികാരികളോടും ഡോക്ടേഴ്സിനോടും നിസ്സഹരിക്കാൻ തുടങ്ങി. മരുന്നൊക്കെ അദ്ദേഹം കഴിക്കില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഡോക്ടർ സ്കറിയ, അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു 7 കാസറ്റ് ഉണ്ട്. അന്ന് CD ഒന്നും ആയിട്ടില്ല, കാസറ്റാണ്. ലൈഫ് ഇൻ ദ സ്പിരിറ്റ് എന്ന് പറയുന്ന 7 കാസറ്റ് കൊണ്ടുവന്നൊരു ടേപ്പ് റെക്കോർഡറും കൊടുത്തു, ഹെഡ്ഫോണും കൊടുത്തു. അച്ഛനിത് കേൾക്ക്. അച്ഛന് ആരും കാണാൻ ഇഷ്ടമില്ല. അച്ഛന് നെയ്യപ്പം തിന്നാൽ 2 കാര്യമുണ്ടെന്ന് പറഞ്ഞ പോലെ അച്ഛന് വചനം കേൾക്കുകയും ചെയ്യാം, മറ്റുള്ളവരെ അവോയ്ഡ് ചെയ്യുകയും ചെയ്യാം. അങ്ങനെ അച്ഛനിങ്ങനെ കേട്ട് അവസാനത്ത് ഓശാന ഞായറാഴ്ചയാണ്. അത് കേട്ട് അച്ഛനെ സ്ട്രൈക്ക് ചെയ്തത് എന്താണ്? ആ 2 പേര് വരുന്നതും കഴുതയെ അഴിക്കുന്നതും ഗുരുവിന് ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ടെന്നുള്ള വചനം തറച്ചു കയറി. ഹെബ്രായർ 4:12 ഇരുതല വാള പോലെ തറച്ചു കയറി. അച്ഛൻ കരയാൻ തുടങ്ങി. കാരണം ഹെഡ്ഫോൺ വെച്ച് കരഞ്ഞാൽ നമുക്കറിയാമല്ലോ. അച്ഛൻ അവിടെ സിസ്റ്റേഴ്സും ഡോക്ടേഴ്സൊക്കെ വന്നപ്പോഴാണ് കണ്ണു തുറന്നപ്പോൾ നിറയെ ആൾക്കാരാണ്. ഉടനെ ഡോക്ടർ സ്കറി പറഞ്ഞു എല്ലാവരും പുറത്തേക്ക് പോകും. അപ്പോഴാണ് അച്ഛൻ കരഞ്ഞുകൊണ്ട് ഡോക്ടറിനെ കൈക്ക് പിടിച്ചിട്ട് പറഞ്ഞു, ഡോക്ടർ ഐ ആം സോറി, ഞാൻ വാസ്തവത്തിൽ പിടിവാശിയായിരുന്നു. ഇന്ന് ഈ വചനം കേട്ടപ്പോഴാണ് കർത്താവിന് എന്നെക്കൊണ്ട് ആവശ്യമുണ്ട്. ഞാൻ ആന്ധ്രയിൽ ഇങ്ങനെ കെട്ടിയിട്ടേക്കായിരുന്നു. എന്നെ കെട്ടിയിട്ടൊരു കഴുതയാണ് ഞാൻ. എൻ്റെ സ്വാർത്ഥതയുടെ കെട്ടായിരുന്നു അതുണ്ടായിരുന്നു. പ്രൊവിൻഷ്യാളച്ചൻ 2 പേരെ വിട്ടില്ലേ, അത് ഈശോ വിട്ടതാണ്. അപ്പോൾ എന്നെക്കൊണ്ട് ആവശ്യമുള്ളത് കൊണ്ടാണ് ആ പ്രൊവിൻഷ്യാളച്ചൻ 2 പേരെ വിട്ടത്. ഇതെൻ്റെ ഉള്ളിൽ ബോധ്യമായി, സുബോധം എനിക്കുണ്ടായി. അതുകൊണ്ട് ഡോക്ടറെ സോറി, ഞാൻ മരുന്ന് കഴിച്ചിരുന്നില്ല. ഒരു കുമ്പസാരം നടത്തി പ്രൊവിൻഷ്യാളച്ചനെ കാണാം, മാപ്പ് പറഞ്ഞു. അപ്പോഴേക്കും ഈശോയുടെ സമയമായി. നമ്മുടെ തയ്യൽ ഡോക്ടർ വന്നു. തയ്യൽ ഡോക്ടർ പരിശോധിച്ചു. അങ്ങനെ ചെന്നൈയിലേക്ക് വിടുന്നു. ഓപ്പറേഷൻ നടത്തി. ഓപ്പറേഷൻ നടത്തുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന വളരെ ശ്രദ്ധേയമാണ്. ഡോക്ടേഴ്സ്, ഞാനൊന്ന് പ്രാർത്ഥിച്ചോട്ടെ. രോഗി ഡോക്ടറിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആദ്യമായിട്ടാണ്. പ്രാർത്ഥിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന ഇതായിരുന്നു, ദൈവമേ, ഞാൻ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു, തിയേറ്ററിലേക്ക് പോകുന്നു. ഇനി ഞാൻ ഉണരുമ്പോൾ അങ്ങയുടെ മടിയിലായിരിക്കുമോ ഓപ്പറേഷൻ തിയേറ്ററിലായിരിക്കുമോ എന്ന് അറിയില്ല. അങ്ങനെ ഓപ്പറേഷൻ വിജയിച്ചു. പിന്നീട് അദ്ദേഹം ശിഷ്ടകാലം കോട്ടപ്പുറം രൂപതയിലെ ആത്മീയ ഡയറക്ടറായിട്ട് ജോലി ചെയ്തു. ഇപ്പോൾ ഞാനീ പറഞ്ഞ കാര്യം സ്വർഗത്തിൽ നിന്ന് അദ്ദേഹം ശ്രമിക്കുന്നുണ്ടാകും. അതെ, തീർച്ചയായിട്ടും നമ്മളൊക്കെ കഴുതയാണ്. അതായത് 1 കൊറിന്തോസ് 1:28-29 ആരും അഹങ്കരിക്കാൻ, വിജ്ഞാനികളെ രചിപ്പിക്കാൻ ലോകത്തിൽ നിസ്സാരരായ വ്യക്തികളെയാണ് കർത്താവ് തിരഞ്ഞെടുത്തത്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നമ്മുടെ ജീവിതത്തിലും കാണാൻ സാധിക്കും. നമ്മളെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. വി ആർ ഓൾ ഇമ്പോർട്ടൻറ്റ്. അൺഇമ്പോർട്ടൻ്റ് നമ്മളെല്ലാം വിലപ്പെട്ടവരാണ്, പ്രിയങ്കരരാണെന്ന് വചനം പറയുന്നത് ശ്രദ്ധേയമാണ്. ഇനിയും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എന്തുകൊണ്ടാണ് കഴുതയെ തിരഞ്ഞെടുത്തത്? പുറപ്പാട് സംഭവത്തിൽ വാഗ്ദത്ത പേടകം കൊണ്ടുപോകണമെങ്കിൽ നല്ല ശുദ്ധിയുള്ളൊരു മൃഗത്തെ വേണം. ഇനി കഴുത നമ്മുടെ നാട്ടിലെ അറിയാം, ആരും അംഗീകരിക്കാത്തൊരു മൃഗമാണ്. പക്ഷേ പാശ്ചാത്യ രാജ്യത്തിൽ അവിടെ കഴുത എന്ന് പറയുന്നത് അത് സമാധാനത്തിൻ്റെ അടയാളമാണ്. കുതിരപ്പുറത്ത് വരുന്നത് രാജാവാണ്, കഴുതപ്പുറത്ത് വരുന്നത് തീർച്ചയായിട്ടും സമാധാനത്തിൻ്റെ രാജാവാണ്. പഴയ നിയമത്തിനൊരു സംഭവം അറിഞ്ഞിരിക്കണം എന്നല്ലാണ്. അതായത് കരിവേല കൊണ്ടാണ് ഈ പെട്ടി ഉണ്ടാക്കിയത്. അതിൻ്റെ അകത്ത് 3 കാര്യങ്ങളുണ്ട്. അവിടെ 10 കൽപ്പനയുണ്ട്, മന്നയുണ്ട്, അഹറോൻ്റെ വടിയുണ്ട്.
അത് ഈ ആരും കയറാത്ത കഴുതപ്പുറത്താണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ജനം ആവേശം കൊള്ളും. ദാവീദ് രാജാവ് ഈ വാഗ്ദത്ത പേടകം കൊണ്ടുവന്നുള്ള സംഭവം നിങ്ങൾക്ക് നന്നായിട്ടറിയാം. അപ്പോൾ ഇവിടെ വാസ്തവത്തിൽ വാഗ്ദാന പേടകം തന്നെയാണ്. ആ ദൈവത്തിൻ്റെ കൽപ്പനയുടെ പൂർത്തീകരണം, നിയമമേയും പ്രവാചകന്റെ പൂർത്തീകരണമായ ഈശോയാണ്. പിന്നെ അവിടെ മന്ന ജീവൻ്റെ അപ്പമാണ്. പിന്നെ നിത്യപുരോഹിതനാണ്. ഇതിൻ്റെ പ്രതീകമാണ് വാസ്തവത്തിൽ കർത്താവായ ഈശോ. അതിനാൽ ഈ ഓശാന ഞായറാഴ്ച പ്രവേശിക്കുമ്പോൾ നമ്മൾ ധ്യാനിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഒന്ന്, ഈശോയ്ക്ക് നമ്മളെ കൊണ്ട് ആവശ്യമുണ്ട്. അതുകൊണ്ട് ഈശോ കടന്നു വരുന്ന ഇടം പരിശുദ്ധമായിരിക്കണം. ഈ ദിവസങ്ങളിൽ നല്ല കുമ്പസാരം നടത്തി നമ്മളെ തന്നെ വിശുദ്ധീകരിക്കാൻ, പവിത്രീകരിക്കാനായിട്ട് സാധിക്കണം എന്നുള്ള ചിന്ത മനസ്സിൽ സൂക്ഷിച്ച് ഘുഷിയാന, കർത്താവെ രക്ഷിക്കണമേ, കർത്താവെ ഈ ദിവസങ്ങളിൽ നല്ല കുമ്പസാരം നടത്തി ഞങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് ഈ രക്ഷയുടെ ദിനം പവിത്രമാക്കി മാറ്റുവാനുള്ള കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഘുഷിയാന, കർത്താവെ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ.